പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് CPIMന്റെ കൊച്ചി ഏരിയ കമ്മിറ്റി അംഗവും പൊതുരംഗത്തെ സജീവ സാന്നിധ്യവുമായ ശ്രീ കെ രാജേഷാണ്. സ്വാഗതം രാജേഷ്. ഈ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ആണല്ലോ സഖാവ് പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. ആ അനുഭവങ്ങളൊന്നും പറയും. തീർച്ചയായിട്ടും ഞാൻ ജനിച്ച് വീഴുമ്പോൾ തന്നെ വീണതിന് ശേഷം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അച്ഛനും അമ്മയും പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് വളർന്നത്. പാർട്ടി പരിപാടികളിൽ വളരെ കുഞ്ഞായിരുന്ന കാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഈ പാർട്ടി പരിപാടികളിൽ അവർ പോകുന്ന സമയത്ത് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ തീർച്ചയായിട്ടും ഒരു പാർട്ടിക്കാരനായി മാറിയത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അച്ഛനെക്കുറിച്ച് അറിയാമല്ലോ, സത്യസന്ധനായ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ആശയങ്ങൾ, അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, അച്ഛൻ്റെ രീതികൾ എല്ലാം തീർച്ചയായിട്ടും ആകർഷം തോന്നിയതുകൊണ്ടാണ് തന്നെയാണ് ഈ പാർട്ടിയിലേക്ക് വരാനും. അതുമാത്രമല്ല, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുഞ്ഞുനാളിലെ മുതൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയത്. ഈ അച്ഛൻ അശോകൻ സഖാവ് സത്യത്തിൽ ഒരു കറ തീർത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ച, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണോ ആകേണ്ടത് അതോടൊപ്പം നിന്ന ഒരു ജീവിതശൈലിയായിരുന്നു അശോകൻ സഖാവിൻ്റെത്. പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യം വളരെ വസ്തുതാപരമായ കാര്യമാണ്. ഇന്ന് ആ കാലത്തുണ്ട്, അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന അതും ഇന്നത്തെ കാലത്തുള്ള ആളുകളും എല്ലാം കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അക്കാര്യത്തിലൊരു തർക്കവും സംശയവും എനിക്കില്ല. അച്ഛനൊക്കെ സംഘടനാ പ്രവർത്തനം നടന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ എല്ലാവരും സാമ്പത്തികപരമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലത്ത്. ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, മുഴുവൻ സമയ പ്രവർത്തകരായിരുന്നു. സാമ്പത്തികപരമായി ഭക്ഷണം ചില സമയത്ത് അവർ ഭക്ഷണം പോലും കഴിക്കാറുണ്ടായിരുന്നില്ല. അച്ഛനൊക്കെ ഉണ്ടമ്പരിയും ചായയും കഴിച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ഒരു നല്ല വസ്ത്രം ധരിക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും അന്ന് അച്ഛന് മാത്രമല്ല ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുമാനപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല. അച്ഛൻ എന്നോട് പറയുന്നു, വെള്ളയും ഞാൻ ധരിക്കുന്നത് ഒരു ഷർട്ടും മുണ്ടും ഉണ്ടെങ്കിൽ അത് അലക്കി ഉടുത്തു കഴിഞ്ഞാൽ ആരും ചോദിക്കില്ലല്ലോ. കളർ മുണ്ടും കളർ ഷർട്ടും ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് വൈറ്റും പുള്ളി ആക്കിയത് അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായത് അങ്ങനെ ആക്കിയതാണ്. അദ്ദേഹം നമുക്കറിയാം, ഇപ്പോഴത്തെ 28ാം ഡിവിഷൻ, പഴയ 10ാം ഡിവിഷൻ, അദ്ദേഹം ആ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഡിവിഷനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു തവണ ആ ഡിവിഷൻ BJPക്ക് പോവുകയും പിന്നീട് വീണ്ടും BJPയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക സീറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് അത് CPIM ഒരു സീറ്റ് എന്നുള്ളതിലേക്ക് മാറുകയും ചെയ്തു. സത്യത്തിൽ പാർട്ടി ആ മേഖലകളിൽ ദുർബലമായതാണോ ഇങ്ങനെ BJPയിലേക്ക് ആ സീറ്റ് പോകാൻ കാരണമായത്? അതിനുമുമ്പ് ഞാൻ നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. പാർട്ടി വലിയ അർഹമായ സ്ഥാനം തന്നെ അച്ഛന് കൊടുത്തിരുന്നത്. ഏത് കാലഘട്ടത്തിലും അച്ഛൻ്റെ പ്രവർത്തന സംഘടനാപരമായ കാലഘട്ടങ്ങളിലെല്ലാം അച്ഛൻ അർഹമായ എല്ലാം പാർട്ടി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ച സഖാവാണ്.
കൗൺസിലറാകാൻ അവസരം കൊടുത്തു. അതിലുപരി അച്ഛൻ ജനങ്ങളുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച ആളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അർഹമായ സ്ഥാനം നന്നായി കൊടുത്തിരുന്നു എന്നുള്ളത് പറയാം. 28-ാം ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, 28-ാം ഡിവിഷൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഡിവിഷനായിരുന്നില്ല. അത് ഒരു കോൺഗ്രസ് ഡിവിഷനായിരുന്നു മുൻകാലങ്ങളിൽ. പിന്നീട് അത് നമ്മൾ കാർത്തികൻ സഖാവിലൂടെയാണ് നമ്മളത് തിരിച്ചു പിടിക്കുന്നത്. കാർത്തികൻ സഖാവിലൂടെ അത് തിരിച്ചു പിടിച്ച് പിന്നീട് സഖാവ് കെ കെ അശോകൻ ആ ഡിവിഷൻ നിലനിർത്തി. ഡിവിഷൻ കെ കെ അശോകന് മുമ്പ് ബി ജെ പി വന്നു. കെ ടി സജീവൻ വന്നതിന് ശേഷമാണ് നമ്മളത് തിരിച്ചു പിടിക്കുക. കെ ടി സജീവൻ ഒരു ബി ജെ പി എന്നുള്ള രീതിയിലല്ല, എന്നുള്ള രീതിയിലാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കെ കെ അശോകൻ എന്ന് വെച്ചാൽ അച്ഛൻ മത്സരിക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ജനകീയത. 28-ാം ഡിവിഷനിൽ അച്ഛനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമായിരുന്നു. അത് നിലനിർത്താൻ പിന്നീട് വന്ന രാജ്യത്തിന് കഴിഞ്ഞു, ബെന്നിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരു ഘട്ടത്തിലായി കഴിഞ്ഞാൽ കോവിഡ് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ചില കാരണങ്ങൾ അത് പക്ഷെ ഇപ്പൊ അതൊരു അന്ന് സജീവൻ മത്സരിക്കുമ്പോൾ BJP ലെവലിലല്ലെങ്കിലും പക്ഷെ ഇപ്പൊ അതൊരു BJP എന്നുള്ള രീതിയിൽ തന്നെ ആണ് ഡിവിഷനിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. അപ്പൊ അതിനകത്ത് പാർട്ടിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? 28-ാം ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. സംഘടനാപരമായ വീഴ്ചകൾ പാർട്ടി കൃത്യമായ കാലങ്ങളിൽ നടത്തുമായിരുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് അവിടെ ഒരു പ്രാവശ്യം ജയിച്ച സ്ഥാനാർത്ഥിയാണ്, എല്ലാവർക്കും സുപരിചിതമായ അവിടുത്തെ കാര്യമാണ്, എല്ലാം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അതും ഒരു BJP എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട വസ്തുതയാണ്. പക്ഷെ BJP എന്നുള്ള രീതിയിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥിക്ക് BJPക്ക് തന്നെ ചെയ്യണം, BJPയുടെ പേരിൽ തന്നെ. അതിനകത്ത് സ്ഥാനാർത്ഥിയുടെ മഹിമ എന്നുള്ളതിനേക്കാൾ അപ്പുറം BJPയുടെ പേര് പറഞ്ഞു തന്നെയാണ് അവിടെ ഇലക്ഷൻ പ്രചരണം നടന്നത്. ഞാൻ ആ ഡിവിഷനിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഉണ്ടായിരുന്ന ആളാണ്. ഇല്ല, അക്കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി വോട്ട് ചേർത്തു, നമ്മുടെ ബൂത്തുകളെല്ലാം കൃത്യമായി വോട്ട് ചേർത്തു. ഫൈനൽ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മളെ കുറേ വോട്ടുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുറേ വോട്ടുകൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമായി പാർട്ടി പരിശോധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ പരിശോധിക്കേണ്ട കാര്യം. അത് തീർച്ചയായിട്ടും അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 1,500 അടുക്ക് വോട്ടുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. വസ്തുതാപരമായ കാര്യം. ഞാനത് കൃത്യമായി ഞാനായിരുന്നു അതിന്റെ ഡിവിഷൻ സെക്രട്ടറി, അല്ലെങ്കിൽ പോലും ഞാനാണ് അതിന്റെ പ്രധാനമായ ചുമതല വഹിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ കണ്ട കാര്യം അതാണ്. അത് ആ സമയത്ത് തന്നെ പാർട്ടിയെ ധരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് ആ ഡിവിഷനിനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം 100% കോൺഫിഡന്റ് കൂടിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അടുത്ത പ്രാവശ്യം നമ്മളത് 28-ാം ഡിവിഷൻ ഇപ്പൊ അവിടെ ജയിച്ച അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് വലിയ ജനകീയത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രചരണം. ഈ ജനകീയത നേടാൻ 28-ാം ഡിവിഷനിലെ കൗൺസിലറായിരുന്ന പ്രിയ പ്രശാന്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ കൗൺസിലർ ആകുന്നതിന് തൊട്ട് മുമ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിന്റെ പരമായ ഒരു കാര്യമൊന്നും അവിടെ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും അതിനുശേഷം ഞങ്ങൾ ജനങ്ങളുമായി നന്നായി ഇടപെടുകയും ജനങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടത്തി കൊടുക്കുകയും അവരുമായി ഇഴകിച്ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷേ ആ കൗൺസിലറുടെ ഡിവിഷൻ ആ ഓഫീസ് ഏതാണ്ട് രാത്രി 12-1 മണി വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ്. ഏത് സമയത്തും ജനങ്ങൾക്ക് ചെല്ലാവുന്ന രീതിയിലേക്ക് ഉള്ള ഒരു അങ്ങനെയാണ് പൊതുവിൽ അവിടെ. ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. ഒരു കൗൺസിലർ ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് BJPയെ സംബന്ധിച്ച് BJP നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് വർഗീയതയുണ്ട്, മറ്റു വിലക്കയറ്റമുണ്ട്.
അതേപോലെ തന്നെ സാധാരണപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ട്. ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഏറ്റവും അവസാനം ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബൈക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ ഇവർക്ക് പങ്കുണ്ട്, തർക്കമില്ല. കാരണം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനത് പറയാനുള്ള കാര്യം, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയത് ബിജുവും പ്രിയ പ്രശാന്തുമാണ്, തർക്കമില്ല. അതിൻ്റെ ബോർഡുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ബോർഡുകൾ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ബോർഡുകൾ നാട്ടുകാരോട് എത്രയോ ആളുകൾക്ക് പരാതിയുണ്ട്. പക്ഷേ ഒരു അതോറിറ്റിക്കും ഇതുവരെ അവിടുന്ന് ഇവരെ കുറിച്ചൊരു പരാതി ചെന്നിട്ടില്ല. അല്ല, ഇവരെ കുറിച്ച് പരാതിയല്ല, അവർക്ക് പൈസ കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുണ്ട്. നമ്മുടെ കയ്യിൽ മുമ്പിൽ വന്നിട്ടുണ്ട്, നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അതോറിറ്റിക്ക് കൊടുക്കാൻ പാർട്ടി അല്ലെങ്കിൽ താങ്കൾ നിർദ്ദേശിക്കുന്നില്ല? അല്ല, അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരോട് പറയുമ്പോഴത്തേക്ക് അവരുടേതായ ചില കാര്യങ്ങളുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അവരത് അതിന്റെ പ്രത്യക്ഷത്തിലേക്ക് വരാൻ തയ്യാറാണ്. ഈ വിഷയം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കണമല്ലോ, തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, പല വിഷയങ്ങളുണ്ട്. ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ആകെ തുക അവിടെ പ്രതിഫലിക്കും. 28ാം ഡിവിഷൻ താങ്കളിലൂടെ തിരിച്ചു പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് നമ്മുടെ പാർട്ടി വ്യത്യസ്തമാവുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ പാർട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് അതാത് സമയങ്ങളിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ആ സമയത്ത് പാർട്ടിക്ക് അനുയോജ്യമായ സ്ഥാനാർത്ഥി ആരാണ്, 28ാം ഡിവിഷനിൽ മത്സരിക്കാൻ പ്രാപ്തനായ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നമ്പർ മാറും. 28ാം ഡിവിഷനിൽ ആരാണ് മത്സരിക്കുന്നത് എന്ന് പാർട്ടി അന്ന് കണ്ടെത്തും. ഇത് തന്നെയാണ് മുൻകാലങ്ങളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. 2015 ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലം 2025 അത് പ്രാവർത്തികമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, അതൊരിക്കലും ഇല്ല. ഒരു മുൻധാരണയോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളുമായി ഇഴുകിച്ചേർന്നാണ്. അതിന് ഏതെങ്കിലും ഒരു വേഷം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കാറില്ല. ഒരു ആ ഡിവിഷനിലെ ഏറ്റവും ജനകീയനായ ഒരു പിതാവിന്റെ മകൻ അതിനർഹനല്ലേ? ഒരിക്കലും അർഹതപ്പെട്ട എല്ലാവരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള പ്രവർത്തനങ്ങൾ മറ്റു പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. ചിട്ടയായ സാധാരണ ഒരു പാർട്ടി അംഗം മുതൽ പാർട്ടിയുടെ ഇപ്പോൾ നമ്മളുടെ ഡിവിഷൻ്റെ അകത്തുള്ളത് ഏറ്റവും ഉയർന്നത് ഏരിയ കമ്മിറ്റി അംഗമാണ്. ഏരിയ കമ്മിറ്റി അംഗം വരെ ഉള്ള ആളുകൾ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ബൂത്തുകൾ ഏരിയ സെക്രട്ടറി അവിടുന്ന്. ഏരിയ സെക്രട്ടറി അതന്നെ, തീർച്ചയായിട്ടും ഏരിയ സെക്രട്ടറി വരെയുള്ള ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാവരും തുല്യമായ പ്രവർത്തനമാണ്. അവർ പാർട്ടി മെമ്പറിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ലോക്കൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. ഏരിയ കമ്മിറ്റി അംഗമായ ഞാനും ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള രാജവും ആ ഉത്തരവാദിത്തം വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആര് മത്സരിച്ചാലും ജയിക്കുമെന്നുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ ആര് കാൻഡിഡേറ്റ് എന്നുള്ളതല്ല, അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ആ മത്സര രംഗത്ത് ആ സമയത്ത് ഉറപ്പ് 100-150% ഉറപ്പായിട്ടും ഞങ്ങൾ ആ ഡിവിഷൻ തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഏരിയ സമ്മേളന കാലത്ത്, കൊച്ചി ഏരിയ സമ്മേളന കാലത്ത് വലിയ ഒരു രീതിയിൽ ഇപ്പൊ ഞങ്ങള് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിലൊക്കെ ഞങ്ങൾ പല രീതിയിൽ അന്വേഷിച്ചപ്പോഴും ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് സഖാവ് KR ജേശു വരുമെന്നുള്ള ഒരു വലിയ ഒരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ സമ്മേളനം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് സംഭവിച്ചത്. ഈ മാധ്യമങ്ങളുടെ ധാരണകൾ ചില സമയത്ത് തെറ്റാറുണ്ട്. അതിന് വലിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടന്നു. കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ മാതൃഭൂമിയിൽ നമ്മളൊരു പരിചയമുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് സഖാവ് ദേവദർശനും സഖാവ് PR മുരളീധരനാണ്. അപ്പോൾ അവരുടെ കാലത്തെ അവരുടെ അനുഭവങ്ങൾ അല്ല അവർ കടന്നു വന്ന വഴികളെ സംബന്ധിച്ച് വിശദമായി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നമുക്കറിയില്ലല്ലോ. അല്ല, അതിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവസാനം ഞാൻ അതിൻ്റെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് ആയിരിക്കില്ല കേട്ടോ ചിലപ്പോൾ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ തെറ്റിപ്പോയില്ലേ? അവിടെ ആകെ നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നത് നമ്മുടെ മേയർ അനിൽകുമാർ മാത്രമാണ് പുതിയതായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് തെറ്റിപ്പോ. എൻ്റെ കാര്യത്തിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി എടുക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത് ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല. മാത്രമല്ല, സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ബാക്കി എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലത്തെ പാർട്ടിക്ക് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, തീർച്ചയായിട്ടും ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഞങ്ങൾ പല പാർട്ടി നേതാക്കന്മാരുടെ അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ തീരുമാനങ്ങളായി മാറണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും മാറണമെന്നില്ല. അത് ആ സമയത്ത് നമ്മുടെ പാർട്ടി ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി സ്ഥാനത്തിന് യോഗ്യനല്ലേ അജേഷ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് 20 പേരുണ്ട്. 20 ഏരിയ കമ്മിറ്റിയിൽ സഖാക്കളുണ്ട്, ലോക്കൽ കമ്മിറ്റികളിലുണ്ട്, അതേപോലെ തന്നെ ഒരു ദീർഘമായ കുറെ സഖാക്കളുണ്ട്. അവരൊക്കെ അടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും ഏരിയ സെക്രട്ടറിയായ യോഗ്യനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരും അതിന് യോഗ്യനാണ്. പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് നമ്മൾ ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത് ആ സമയത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഉണ്ടാവും, പാർട്ടിയുടെ ഏരിയ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട ചുമതലക്കാരുണ്ടാവും. ഇവരെല്ലാവരും കൂടി ഇരുന്ന് ആരാണ് പാർട്ടിയെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരാൾ എന്ന് ആ സമയത്താണ് തീരുമാനിക്കുന്നത്. ആളുകൾ വ്യത്യസ്തമായ പേര്, എൻ്റെ പേര് മാത്രമല്ല പറഞ്ഞേക്കണം, ബെന്നിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ എന്നോട് എന്നോട് ഇഷ്ടമുള്ളവർ എൻ്റെ പേര് പറയും, മറ്റുള്ളവരോ ഇഷ്ടമുള്ള താല്പര്യമുള്ളവര് അവര് പേര്, അത് അവരുടെ പാർട്ടിക്കകത്ത് വരുന്നുണ്ടോ? അല്ല, ഇഷ്ടങ്ങളല്ല. ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലേ. ഇപ്പൊ സലാമിനെ സംബന്ധിച്ച് ഈ സലാമിന് ചിലപ്പോൾ എന്നോട് ഒരു ഇഷ്ടം ഉണ്ടാവാം, സലാമിന് ഒരു ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ജയിച്ച ഒരു ഏരിയ സെക്രട്ടറിയെ വന്നാൽ എന്ന ആഗ്രഹം ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ സ്വാഭാവികമായി മനസ്സിൻ്റെ അകത്തിരിക്കില്ല, സ്വാഭാവികമായി തുറന്നു പറയും. തുറന്നു പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി നിങ്ങൾ ഒരാളോട് പറയുമ്പോഴത്തേക്കും അടുത്ത ആളോട് പറയുമ്പോഴത്തേക്കും പറഞ്ഞു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി ഒരു ഏരിയ സെക്രട്ടറി ആയി മാറുമെന്നുള്ള കാര്യം കൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, പാർട്ടി ഏരിയ സെക്രട്ടറി ആകൂ? അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. ഞാൻ അങ്ങനെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. എടുക്കാത്ത തീരുമാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞെന്താ, പാർട്ടി അതാത് സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ എല്ലാവരും കൃത്യമായി അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അംഗീകരിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട്. ഒരു ബഹുജന സംഘടന എന്ന രീതിയിൽ സഖാവ് പ്രവർത്തിച്ചു വന്നിരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഞാൻ ബാലസംഘം മുതലാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ചെറുപ്പകാലം മുതൽ ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, വില്ലേജ് സെക്രട്ടറി ആയിരുന്നു, ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം SFI ഞാൻ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് രാഷ്ട്രീയം നടത്താനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ പ്രാദേശികമായി SFI കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ DYFI കാലത്ത് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം ആ കാലമാണ്. ആ DYFI പ്രവർത്തിച്ച കാലമാണ്. അതിൻ്റെ ഒരു വലിയ നഷ്ടമാണ്. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അകത്ത്, ഒരാളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം യുവജന സംഘടന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എല്ലാവരും ആസ്വദിച്ച് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പാർട്ടിക്കകത്ത് ശക്തമായ വിഭാഗീയത ഉണ്ടായിരുന്നു ആ വിഭാഗീയതയുടെ ഭാഗമായി നമ്മളെടുത്ത നിലപാടിന്റെ ഭാഗമായി മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അത് പിന്നീട് അത് മാറി വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ബാലസംഘം DYFI എന്നിരുന്നാൽ പോലും DYFIയുടെ മേഖലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ വർഗ മുന്നണി എന്നുള്ള രീതിയിൽ കർഷക സംഘമാണ്. കർഷക സംഘത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം വരെ നിൽക്കുന്നു. തീർച്ചയായിട്ടും
സംസ്ഥാന ഭാരവാഹിയാകുമെന്ന് ഞാൻ അടുത്ത സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാവും. അല്ല അത് ആലോചിക്കാനേ വയ്യ. കാരണം കരുത്തന്മാരുണ്ട്. കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ബഹുഭൂരിപക്ഷം ഉള്ളത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാനൊരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അത്തരം സഖാക്കളുടെ കൂടെ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നല്ല മുഹൂർത്തമാണത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളെല്ലാം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ഇഷ്ടപ്പെട്ട മുന്നണി, പാർട്ടി നമ്മളെ ഏൽപ്പിച്ച ഒരു മുന്നണി, വർഗമുന്നണി എന്ന രീതിയിൽ കർഷക സംഘത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, കൊച്ചി ഒരു കാർഷിക മേഖലയല്ലെങ്കിൽ പോലും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഓരോ സമയത്തും നമ്മൾ കർഷക സംഘം മുന്നണി എന്ന രീതിയിൽ അതിൻ്റെ വില്ലേജ് ഭാരവാഹി, ഏരിയ ഭാരവാഹി, ജില്ലാ കമ്മിറ്റി, ജില്ലാ എക്സിക്യൂട്ടീവ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, അങ്ങനെ പടിയായിട്ടാണ് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉയർന്നു വന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ഇപ്പൊ മുൻ ഏരിയ സെക്രട്ടറി ആണല്ലോ നമ്മുടെ KM റിയാദ്. അദ്ദേഹം ഇന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ്? KM റിയാദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നേതാവാണ്. KM റിയാദ് യഥാർത്ഥത്തിൽ നമ്മുടെ അച്ഛൻ്റെ അന്ന് തീർച്ചയായിട്ടും അച്ഛനോടൊക്കെ റിയാദൊക്കെ ഈ SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛനൊക്കെ അന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ സീനിയർ ആണല്ലോ. അപ്പം ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒട്ടനവധി സഹായങ്ങൾ അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അകത്ത് സജീവമായി നിൽക്കുന്ന ഒരാളായിരുന്നു റിയാദ്. അതുകൊണ്ട് തന്നെ പാർട്ടി എന്ന രീതിയിൽ ഇവർ നന്നായി അവരെ സഹായിക്കുമായിരുന്നു. ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ അങ്ങനെ കൈപിടിച്ച് അവർ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. പിന്നീട് DYFIയുടെ ജില്ലാ പ്രസിഡന്റായി മാറി. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ ഏരിയ സെൻറ്ററായിരുന്നു. പിന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി, ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച് തന്നെയാണ് റിയാദ് വന്നേക്കുന്നത്. റിയാദ് നല്ലൊരു സംഘടനാ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്കിഷ്ടമാണ്. നമ്മളൊരു ജ്യേഷ്ഠന് തുല്യമായി കാണുന്ന ഒരാളും കൂടിയാണ്. നിലവിലത്തെ ഏരിയ സെക്രട്ടറി അയൽവാസികളാണല്ലോ, അടുത്തടുത്താണല്ലോ. തീർച്ചയായിട്ടും. എന്താണ് പിന്നെ ഏരിയ സെക്രട്ടറിയുടെ ഈ ഒരു പാർട്ടി, ഒരു കൊച്ചി പോലുള്ളൊരു ഏരിയ കമ്മിറ്റിയിലുള്ള പ്രവർത്തനം? PS രാജത്തിന് ഞാൻ കാണുന്നത് വളരെ കുഞ്ഞില. എനിക്ക് തോന്നുന്നു 4-5 വയസ്സ് ഒക്കെ ഉണ്ട്. അന്നാണല്ലോ നമ്മുടെ ഓർമ്മ നിൽക്കുന്നത്. ആ കാലം മുതൽ PS രാജൻ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. അന്ന് അമ്മ മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറിയൊക്കെ പ്രവർത്തിക്കുന്ന കാലം, അന്ന് രാജ SFI ഒക്കെ പ്രവർത്തിക്കുന്ന കാലമാണ്. അന്ന് മുതലേ നമ്മൾ രാജ്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകയും നമ്മുടെ കുടുംബം രാഷ്ട്രീയ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ കുടുംബവുമായും സംഘടനാപരമായൊക്കെ നല്ല ബന്ധങ്ങളുള്ള ആളുകളാണ്. ആ ബന്ധങ്ങൾ നമ്മൾ തുടർന്നു പോയിട്ടുണ്ട്. അദ്ദേഹം കൗൺസിലറാകുന്ന സമയത്തും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി ഏരിയ സെക്രട്ടറി ആയതിനു ശേഷവും നന്നായി പ്രവർത്തിക്കാനുണ്ട്. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിനെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയപരമായി വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സീനിയറായി നിൽക്കുന്ന KJ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ KJ മാക്സിനേക്കാൾ ജൂനിയറായി നിൽക്കുന്ന തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരാൾ PS രാജായിരിക്കും. അത്ര സീനിയോറിറ്റി ഉണ്ട്. ആ സീനിയോറിറ്റി ആണ് ആ സീനിയോറിറ്റിയുടെ ഒരു ആത്മവിശ്വാസമാണ് സഖാവ് രാജത്തിന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചതും അത് കൊണ്ടുകൊണ്ട് പോകാൻ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ധൈര്യം കൊടുക്കുന്നത് അത് തന്നെയാണ്. MLA എന്ന നിലയിൽ സഖാവ് KJ മാക്സിയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ? TM-ന് ശേഷം സഖാവ് TM-നോട് ഉപമിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമുക്ക് TM-നോട് ഉപമിക്കാൻ കൊച്ചിയിലെ ഒരു നേതാക്കന്മാരെ നമുക്ക് TM-ന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇപ്പൊ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായ മാറ്റം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ കൊച്ചി കണ്ട ഒരു ജനനായകൻ, ജനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ കൊച്ചിയുടെ MLA ആയത് MLA എന്ന രീതിയിലും നല്ല പ്രവർത്തനമാണ് KJ മാക്സി കാഴ്ചവെക്കുന്നത്. KJ മാക്സി വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ്. വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ്. അങ്ങനെ ആ സമയത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും തൊഴിലാളികളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി വലിയ അംഗീകാരം ജനങ്ങൾ കൊടുത്താണ് KJ മാക്സി MLA എന്ന പ്രയോഗം. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രീതികൾ എങ്ങനെയാണ്, അദ്ദേഹം ആരോട് സംസാരിച്ചാലും വളരെ സൗമ്യമായി സംസാരിക്കുകയും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണതയിലെത്തി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് അത് മാറ്റുകയും
അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് അസാധ്യമായിരുന്ന ഒരു സീറ്റായിരുന്നല്ലോ, അതെ അതെ. തീർച്ചയായിട്ടും ഒരു ടീം അസാധ്യമായ മത്സരിച്ചിട്ട് പോലും ലഭിക്കാത്ത സീറ്റാണ്. തീർച്ചയായിട്ടും KJMXയിലൂടെ തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സംഘടനാ മികവും അദ്ദേഹത്തിന്റെ ഒരു കഴിവും തന്നെയാണ് എന്ന് നമുക്ക് കൊച്ചി സീറ്റ് വീണ്ടും നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പല്ലേ, 100% ഉറപ്പ്. കൊച്ചി സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തും, ആര് സ്ഥാനാർത്ഥിയാലും. അല്ല ഇപ്പോ KJMX ആണല്ലോ MLA. അല്ലെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്ഥാനാർത്ഥി ആരാണെന്ന് അപ്പോഴായിരിക്കുമല്ലോ തീരുമാനിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നമുക്കിപ്പോ ഒരു MLA ഉണ്ടല്ലോ, ആ MLA തുടർന്നു പോകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പൊ നമ്മള് പാർട്ടിയുടെ പല പരിപാടികളിലും പല ഇതിലും നമ്മൾ കാണുന്നത് കെ അജേഷ് എന്ന് പറയുന്ന ഒരു മുഖം ഇപ്പോ ഇങ്ങനെ എവിടെയുണ്ട്. എവിടെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് എന്നെ പാർട്ടി ഏൽപ്പിച്ചേക്കുന്ന ഏത് ഉത്തരവാദിത്വവും, ഞാൻ മാത്രമല്ല കേട്ടോ, പാർട്ടിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാരും അങ്ങനെ എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജനങ്ങളുമായി അടുത്ത് ഇടപെടുകയും അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ സജീവമായി ജനങ്ങളിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ വസിക്കണമെന്നുള്ളതാണ്. സഖാവ് AKG, അതായത് വെള്ളത്തിൽ നിന്ന് നമ്മൾ കരക്ക് ഇടുന്ന മീനിന് തുല്യമായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ. AKGയുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ AKG റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിങ്ങോട്ട് വരുമ്പോൾ 2-3 നേതാക്കന്മാരുണ്ടാവും. പക്ഷെ AKG ഒരു സൈഡിൽ കൂടി അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് അവിടെ പീഡിയത്തിന്മേൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള തൊഴിലാളികൾ മുഴുവൻ വന്നിരുന്ന് ഇഷ്ടംമാരെ ആളുകളോട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യം പറഞ്ഞു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരന്തരമായ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുക എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ധർമ്മം. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് AKGയുടെ കാര്യം. അതുപോലെയാണ് എല്ലാവരും ഇടപെടുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് യോജിച്ചതല്ല കെ അജേഷിന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്നെ വിലയിരുത്തുന്നത് ഞാനല്ലല്ലോ. അല്ലെ, ഇതിനകത്തുള്ള പ്രശ്നമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ന് നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു ബഹുജന സംഘടനയുടെ അല്ലെങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, പോഷക സംഘടനയുടെ ഭാരവാഹി ആയിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ വലിയ പ്രയാസമായിരിക്കും പലർക്കും. അല്ലെങ്കിൽ കണ്ടാൽ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ അങ്ങോട്ട് നിന്ന് മിണ്ടണം, അങ്ങോട്ട് നിന്ന് ആ രീതിയിൽ നിന്ന് വ്യത്യസ്തനായി, അതായത് ഇപ്പൊ നടപ്പ് രീതിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയാ അതിനെ വിലയിരുത്തും? തീർച്ചയായിട്ടും അത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ വേഷവിധാനങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ നടപ്പ് രീതികളിലോ ഒന്നുമല്ല. നമ്മൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രവർത്തി, യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നോക്കാറില്ല. അത് ഇപ്പോൾ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അന്വേഷിച്ച് ഏത് പാതിരാത്രി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സമയം പകലാണെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം നോക്കാമല്ലോ. കിട്ടിയ ഉടുപ്പ് ഡ്രസ്സ് ഏതാണെന്ന് വെച്ചോ അത് ഇട്ടേണ്ട അങ്ങോട്ട് പോലീസ് സ്റ്റേഷനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങോട്ട് പോകും. അതെല്ലാ കമ്മ്യൂണിസ്റ്റുകാരും സ്വീകരിക്കുന്ന രീതിയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമുക്കങ്ങനെ വിശ്വസിക്കാം. തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്ന് പറയാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യൂല. അതെ, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യൂല, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ പോയി. പിന്നെ അജേഷിന്റെ തുടക്കം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമ്മയെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനായിരുന്നു. അച്ഛനെ ആകാനുള്ള കാര്യം അമ്മക്ക് അത് കേൾക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സ്നേഹം അമ്മനോട് കാണിച്ചു കഴിഞ്ഞാലും അമ്മ അപ്പം പറയും അച്ഛൻ്റെ അടുത്ത്, നീ കുറച്ചു നേരം അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും എന്ന് പറയും. അച്ഛന് ആ സ്നേഹം കൂടുതൽ അച്ഛന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കുറേ ഇരിക്കും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അച്ഛനാണ്. അമ്മയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് വാചാലനാകാനാണ് എനിക്ക് ഇഷ്ടം. അമ്മക്കും ഇഷ്ടം, അമ്മക്കും അത് ഇഷ്ടം. അതാണ്. അപ്പൊ ഈ അമ്മ ഇന്ന് അച്ഛന്റെ ആ ഒരു വിടവുണ്ടല്ലോ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം അച്ഛനമ്മമാരുള്ള കാലഘട്ടമാണ്. അതിന് പകരം വെക്കാൻ വേറൊന്നും ഒരാൾക്കും പറ്റില്ല, മക്കൾക്കും പറ്റില്ല, ഭാര്യക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. ആ ഒരു വിടവ്, അച്ഛന്റെ ആ വിടവ് അമ്മ ഇന്ന് നികത്തുന്നുണ്ടോ?
അച്ഛൻ്റെ വിടവായിട്ട് തന്നെ നിൽക്കുകയാണ്. അമ്മക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛനെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഏത് കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരു സുഹൃത്തായിരുന്നു. ഏത് നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയപരമായിക്കോട്ടെ, അത് വ്യക്തിപരമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും തരത്തിലായിക്കോട്ടെ, ആ പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ നമുക്കൊരു വിഷമഘട്ടം വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വരുന്നവൾ, അച്ഛൻ്റെ അടുത്ത് പോയിരുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തി തീർച്ചയായിട്ടും അച്ഛനത് പറഞ്ഞുതരും. അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ണ് അച്ഛനങ്ങനെ, അത് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമല്ലേ. തീർച്ചയായും അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ തീർച്ചയായും അച്ഛന് പാർട്ടി കൊടുക്കാതിരുന്ന, ഞാനങ്ങനെ പറയുള്ളൂ, കൊടുക്കാതിരുന്ന പദവികളിലേക്ക് കെ എ ജയശങ്കർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റുകാരൻ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും. നമസ്കാരം. Sevens Golden Diamonds, Ermalur, Vadadala.